മൂവി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അലോൺ പടമാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പടത്തിനങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. മേക്കിംഗ് ആയാലും ആസ് യൂഷ്വൽ ലോകേഷ് കനകരാജിൻ്റെ പടം തന്നെയാണ് പടം. എന്താ പറയുക, ഓക്കെ മൂവി. സൗബിനിക്ക് ഉണ്ടായിരുന്നല്ലോ, സൗബിനിക്ക് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. പൊളിച്ചടക്കി പറയാം. LCU കണക്ട് എന്തെങ്കിലും ഉണ്ടോ? ആദ്യമേ പറഞ്ഞല്ലോ ഇത് സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. സോ അപ്പോൾ നിങ്ങൾ മറ്റേ കണക്ട് ചെയ്യുന്ന കാര്യം വെച്ച് പടം കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രജനീകാന്തിന് വേണ്ടി ചെയ്തൊരു പടമല്ല. നിങ്ങൾ ജയിലറിൻ്റെ ആ ഒരു മാസ് പ്രതീക്ഷ വരികയാണെങ്കിൽ അത് കിട്ടുന്നില്ല. മോശം, അതിന് ലെങ്ത് ഭയങ്കര പ്രശ്നമാണ്. അമീർ ഖാന് ഉള്ള ഗ്യാപ്പൊന്നും ഇതിലില്ല. അതിൽ ആകെ നന്നായിട്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സൗബിൻ മാത്രമാണ്. നിങ്ങളിങ്ങനെ ചോദ്യം ലോകേഷിന്റെ കള്ളപ്പടം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലേ ബ്രോ. ഉള്ളവര് വെളുപ്പിക്കുമായിരിക്കും, എന്തായാലും വെളുക്കും, കുറെ എന്തായാലും വെളുക്കും. നാളെ രാവിലെ വെളുക്കട്ടെ. ഇതില് അങ്ങനെ എന്നുവെച്ചാൽ മേക്കിംഗ് കൊള്ളാം ബ്രോ. എന്നുവെച്ചാൽ ക്വാളിറ്റി മേക്കിംഗ് ആണ്. കൊടുത്ത പൈസ അവർ മേക്കിംഗ് കാണിച്ചു. പക്ഷേ കണ്ടന്റ് ഇല്ലല്ലോ. എൻഡ് ഓഫ് ദ ഡേ കണ്ടന്റ് ആണല്ലോ ഫിലിം. ഇതിലുള്ള കണ്ടന്റ് നമുക്ക് കണക്ട് ആകാൻ പറ്റുന്നില്ല. അത്ര ഒരു ഇതായിട്ടുള്ള കണ്ടന്റാണ് തോന്നുന്നില്ല. പിന്നെ സിനിമ ഭയങ്കര എൻ്റർടൈനിങ് അല്ല. എഡ്ജ് ഓഫ് ദ സീറ്റ് മൂവ്മെൻറ്റ് കൊണ്ടുപോകുന്ന അങ്ങനത്തെ മൂവ്മെൻ്റ് ഒന്നുമില്ല. ഹൈപ്പ് മൂവ്മെൻറ്റ് വരുമ്പോൾ അപ്പം തന്നെ ഡൗൺ ആയി പോകുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വലിയൊരു സുഖമൊന്നുമില്ല. കണ്ടിരിക്കാം. പിന്നെ ലെങ്ത് ഒരു പ്രശ്നമാണ്, ലാഗുണ്ട്. മൂവി അമീർ ഖാൻ റോളക്സിൻ്റെ അത്രയും തിളങ്ങില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. പടം നമ്മൾ പ്രതീക്ഷ വന്നതിന് അത്രയില്ല. അമീർ ഖാൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അവസാനം അമീർ ഖാൻ ഒരുമാതിരി ഇഞ്ചി ആയിക്കളാം. ഒരു സൗബിനൊക്കെ പൊളിച്ചിട്ടുണ്ട്. സൗബിന് നാഗാർജുനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചാൻസാണ് സൗബിനൊക്കെ കിട്ടിയേക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു കൂട്ടം ഫാൻസ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണോ സൗബിനൊക്കെ? അതുണ്ടാക്കും. ചില സീൻസൊക്കെ ഉണ്ടാകും, മാസമായിരുന്നു. സൂപ്പർ. രവി സാറിൻ്റെ പടം സൂപ്പറാണ്. ഞാൻ ഫസ്റ്റിലെ പടം പോയി കണ്ടു. ഇപ്പം സെക്കൻഡ് ഫിലിം ഒന്നുകൂടെ കാണാൻ വന്നതാണ്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ നല്ല ഹൈപ്പിൽ വന്നതായിരുന്നു. പക്ഷേ എക്സ്പെക്ടേഷൻ്റെ അതില്ല. നമ്മളൊരു ലോകേഷിന്റെ സിനിമയാണെന്ന് പറയാമോ? ഇത് ലോകേഷിന്റെ സിനിമ എന്ന് പറയാൻ പാടാണ്. കാരണം ഇപ്പൊ ഈ ലിയോ വിക്രം അതിന്റെ ആ ഒരു ഇമ്പാക്ട് ഇല്ല. നമ്മൾ അത് കണ്ടിട്ട് വലിയ എക്സ്പെക്ടേഷനോടെ ആയിട്ട് വന്നതായിരുന്നു. പിന്നെ അനിരുദ്ധിന്റെ BGM ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ 2-3 ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, അത് അത്യാവശ്യം കൊള്ളായിരുന്നു. നമ്മൾ മലയാളികളുടെ സൗബിനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പിന്നെ പെർഫോമൻസ് കുഴപ്പമില്ല, കുഴപ്പമില്ല. മൊത്തത്തിൽ ഓവറോൾ എന്താ അഭിപ്രായം സിനിമയെ പറ്റി? ഓവറോൾ ഒരു ആവറേജ്, അത്ര പറയുന്നു. അത്രേ ഉള്ളൂ.